ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്രയെന്ന് പറയുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ ഇല്ല കാണുന്നത് ബസ് സ്റ്റാൻഡ്. അതുകൊണ്ട് ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കായലാണ്. ഈ കായലിൽ നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് ഈ KSRTCയിൽ ടിക്കറ്റ് എടുക്കുന്നത് പുളിങ്കുന്ന് കായലിലൂടെ ഇതാണ് പുളിങ്കുന്ന് കായൽ. അതിൻ്റെ അവിടെ കൂടെ ധാരാളം ബോട്ട് സർവീസുകളുണ്ട്. ഇവിടെ നമുക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെ ഇതിലും ടിക്കറ്റ് എടുത്ത് നമുക്ക് യാത്ര ചെയ്യാം. എപ്പോഴും ഇവിടുന്ന് നമുക്ക് ഇവിടെ ആലപ്പുഴയുള്ള പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഇവിടുന്ന് പോയി അരമണിക്കൂർ ഒരു സ്ഥലത്തിറങ്ങി അവിടുന്ന് തിരിച്ചും ബോട്ട് സർവീസുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ബോട്ട് സർവീസ് അല്ലെങ്കിൽ ബോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് നടത്താവുന്ന ഒരു അടിപൊളി യാത്രയാണിത്. നമുക്ക് ഇവിടെ പോയി ആവോളം ആസ്വദിക്കാം ബോട്ട് യാത്ര. അതുപോലെ മുമ്പൊരിക്കൽ ഞാൻ ഇതുപോലെ ഒരു ട്രാൻസ്പോർട്ട്, അതായത് ബോട്ടിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് അങ്ങനൊരു സ്ഥലത്തോട്ട് തിരിച്ച് വന്നു. ഇതെല്ലാം അതിൻ്റെ തൊട്ട് സമീപ പ്രദേശങ്ങളിലായിട്ടുള്ള ചിത്രങ്ങളാണ്. അങ്ങ് ദൂരെയായിട്ട് ഓരോ ബോട്ടുകളൊക്കെ ഓരോ യാത്രക്കാരെയും കൊണ്ട് പോകുന്നുണ്ട്. ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഈ പുളിങ്കുന്ന് കായലിൻ്റെ അവിടെ വെള്ളത്തിലും ബോട്ടിലും ഒക്കെ കയറുന്നതിനായിട്ടാണ് ഇവിടെ ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. റെസ്റ്റിംഗ് പ്ലേസ് ആണ്. 1-2 പേര് അവിടെ ഇരുന്ന് ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് അവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓട്ടോ സ്റ്റാൻഡിൻ്റെ പേര്. എല്ലാവരും കണ്ടല്ല. അപ്പോഴിതാണ്ട് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ എത്താമെന്നറിയാമോ? അങ്ങേ സൈഡിൽ ഇറങ്ങാൻ പറ്റും. ഇത് റോഡിൻ്റെ 2 സൈഡിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇതിൻ്റെ മുകളിലൂടെ ഉള്ളത്. അതുകൊണ്ട് 2 ലേഡീസ് താഴോട്ട് ഇറങ്ങി വരുന്നു. ഈ ലേഡീസിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ മുകളിലേക്ക് കയറി നോക്കിയത്. കിടിലം വ്യൂ ആണ്. ഈ പാലത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നമുക്ക് എല്ലാ സമീപ പ്രദേശങ്ങളിലെയും റോഡിലെയും എല്ലാ വ്യൂ നമുക്ക് കാണാൻ പറ്റും. പുളിങ്കുന്ന് കായലിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നതിനാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഈ നടപ്പാതയായിട്ടുള്ള ഈ പാലം പണിഞ്ഞിരിക്കുന്നത്. ഇതുവഴി കടന്ന് റോഡ് അപ്പുറത്താണ്. അവിടെ നമുക്ക് ഇത് പോകുന്നതിന് വേണ്ടുന്ന സൗദോണ്ട റോഡ് ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ്. നമുക്ക് അവിടെ ഇറങ്ങി നിന്നും കാഴ്ചകൾ കാണാം. ഞാനിതിൻ്റെ മുകളിലൂടെ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് നോക്കുകയാണ്. അവിടെ നിന്ന് എല്ലാ കാഴ്ചകളും കാണുകയാണ്. കൂട്ടുകാരെയും വീഡിയോ കാണിക്കുന്നുണ്ട്. അവിടെ നല്ല ഒരു പടർന്ന് പന്തലിച്ച് നിൽക്കുന്നൊരു മരമുണ്ട്. നല്ല തണൽ, നല്ല സുഖകരമായ ഒരു കാലാവസ്ഥയൊക്കെയാണ്. ഇത് ഞാൻ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നെടുത്ത വീഡിയോയാണ്. ഒരു വെയിലുള്ള സമയമായതുകൊണ്ടാണ് അത്ര ക്ലിയറായിട്ട് കിട്ടാഞ്ഞത്. നല്ല സണ്ണി ഡേ ആയിരുന്നു. ആ ദിവസമാണ് ഞാൻ പോയത്. അപ്പോൾ ഇത് ഇതെല്ലാം വ്യൂ ആണ്. ഓരോ കുഞ്ഞു ബോട്ടുകൾ എല്ലാം പോകുന്നുണ്ട്. പോയിട്ട് വരുന്ന ബോട്ടുകൾ അങ്ങോട്ട് പോകുന്നത് എല്ലാം ഉണ്ട്. സമയക്കുറവ് മൂലം ഞാൻ ബോട്ടിൽ സർവീസിന് പോയില്ല. കാരണം ഇവിടുന്ന് അതിരാവിലെ ഇറങ്ങിയാലേ നമുക്ക് അവിടെ ചെന്നിട്ട് ഇതിനൊക്കെ പോയിട്ട് കണ്ട് മടങ്ങാൻ പറ്റൂ. ഇത് ഞാൻ സമയം ഇല്ലാത്ത സമയത്താണ് ഓടി ചെന്നൊന്ന് കാണും. അങ്ങനെയാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു സൂചന മാത്രം. ഇനി അടുത്ത ഒരു യാത്രയുണ്ട്. അപ്പോൾ ഞാൻ യാത്ര ചെയ്ത് വിശദമായിട്ട് വീഡിയോ ഇടാം. അങ്ങനെ ഞാൻ ഈ പടവുകൾ ഇറങ്ങി തിരിച്ച് താഴോട്ട് വരികയാണ്. അങ്ങനെ ആലപ്പുഴ യാത്ര ആസ്വാദ്യകരമാക്കാൻ എല്ലാവരും ആലപ്പുഴയിലേക്ക് വരിക. ബോട്ട് യാത്ര ആസ്വദിക്കാം. അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളുടെ കാഴ്ചകളും കാണാം. അടിപൊളി ആലപ്പുഴ ബീച്ചൊക്കെ അടുത്തുണ്ട്. നമ്മുടെ കുട്ടനാടിൻ്റെ സൗന്ദര്യം നമുക്ക് ആവോളം ആസ്വദിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടുത്തെ കൃഷികളും അതുപോലെ തന്നെ കൃഷി കൂടുതലും ഈ ജലാശയത്തിലുള്ളതാണ്. ഇവരുടെ മീൻപിടുത്തവും ഇവരുടെ ജീവിത രീതികളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടനാടൻ പശ്ചാത്തലം നമുക്ക് ഒരുപാട് ഇവിടെ വന്ന് ആസ്വദിക്കാൻ പറ്റും. അവിടുത്തെ ഒരുപാട് താറാവ് കൃഷിയും കോഴി കൃഷിയും എല്ലാം ഇവിടെ ഉണ്ട്. എപ്പോഴും പലതരത്തിലുള്ള ജലാശയങ്ങളാണ് നമുക്ക് കുട്ടനാട് ആലപ്പുഴ ഭാഗത്തൊക്കെ വന്നാൽ കാണുന്നത്. പുന്നമട കായലിൻ്റെ
അതും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എപ്പോഴും ആലപ്പുഴ വഴിയുള്ളൊരു യാത്ര അടിപൊളിയാണ്. ആലപ്പുഴ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, തിരുവനന്തപുരം പോലെ തന്നെ ഇഷ്ടമുള്ളൊരു ജില്ല തന്നെയാണ് ആലപ്പുഴയും. ഈ മരത്തിൻ്റെ ശാഖകളുണ്ട്. അങ്ങനെ ഞാൻ ആലപ്പുഴ കുടുംകുന്ന് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മടങ്ങുന്ന വഴിയാണ് ഇത്. പരിയാരം നല്ല എഴുതി ചെല്ലുന്നുണ്ട് ആലപ്പുഴ. അതിൻ്റെ പരുമല ക്യാൻസർ സെൻ്ററാണിത്. അവിടുത്തെ ഒരു പ്രതിമയെ കണ്ടാണ് എല്ലാവരും ആരാണെന്നത് മനസ്സിലാക്കിക്കോളൂ, കണ്ട് മനസ്സിലാക്കിക്കോളൂ. അങ്ങനെ പരിഹാരം അതും എല്ലാ ക്യാൻസർ സെൻ്ററും കഴിഞ്ഞ് കണ്ട ഇത് കണ്ട നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ മതിൽ പോലത്തെ കട്ട് വേറൊരു രീതിയിലെ കട്ട അറേഞ്ച് ചെയ്ത് മതിൽ കെട്ടി വെച്ചിരിക്കുന്നു റോഡ് സൈഡിൽ. ആ മതിലിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ തിരിച്ച് മടങ്ങുകയാണ്. പലതരത്തിലുള്ള കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഭണ്ഡാരം മെഡിക്കൽ കോളേജ് എല്ലാം കടന്ന് ഇങ്ങനെ യാത്ര തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആലപ്പുഴ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.